ചാനൽ ബിറ്റ് ക്യാമററ്റി. അപ്പോൾ പിന്നെ ഫേസ്ബുക്കിലുള്ള ഇൻസ്റ്റാഗ്രാമിലുള്ള വാട്സപ്പിലുള്ള യൂട്യൂബ് ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ബെസിക് വ്ളോഗ് ഗൈസ്. നമ്മളിന്ന് ഒറ്റയ്ക്കല്ല, നമ്മളിന്ന് അക്ഷയ് ബ്രോയും കൂടെ ഉണ്ട്. ബ്രോ ഇപ്പം നമ്മുടെ രണ്ടാമത്തെ വ്ളോഗിലും വന്നല്ലേ നമ്മളിപ്പം ഗൈസ്. പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മളിന്നൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിന്ന് പടാങ്ക് ഇൻ്റർനാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം വാഗമൺ മൂന്നാർ ആ റൂട്ടാണ് ഗൈസ്. അപ്പം വാഗമൺ മൂന്നാർ എന്ന് വെച്ചാൽ രണ്ടറ്റത്തല്ലേ? വാഗമൺ മാറിപ്പോയി. വാഗമണ്ണാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് വരുന്നത്. അപ്പോഴത്തേക്കും ലാഗുണ്ട്, അത് ക്ഷമിക്കുക ഗൈസ്. അപ്പോൾ അക്ഷയ് ബ്രോ നമ്മുടെ വ്ളോഗിൽ വന്നതല്ലേ, നമുക്കിന്ന് ട്രിപ്പ് പോവാണ്. അപ്പം എന്തെങ്കിലും പറയണ്ട ഇതിൽ ട്രിപ്പിനെ കുറിച്ച് രണ്ട് വാക്ക്? പിന്നെന്താ പറയാലോ, ട്രിപ്പ് ഒരിതാണ്, അതൊരിതാണ്, അല്ലാതെ എന്തൊരിതാത്. എന്നാലും ബ്രോ ട്രിപ്പിനെ കുറിച്ച് നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ പേര് എഡിഷൻ ഒക്കെ അടിച്ചായിരുന്നു ഗൈസ്. നമ്മളൊന്നും അടിച്ചില്ലല്ലോ. നമ്മൾ ഹെലോൺ ഹോളിഡേയ്സ് ആണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ പേര്. പിന്നെ നമ്മൾ എഡിഷനും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടിയിലോട്ട് കയറി നേരെ വിട്ടേക്കാം. ഇപ്പോൾ ബ്രോ ഒട്ടും ലേറ്റ് ആക്കണം, നമുക്ക് നേരെ വണ്ടി കയറിയും വിട്ടേക്കാം. ഇവിടുന്ന് കുറച്ച് പുറകിലോട്ടാണ് ഗൈസ് നമ്മുടെ സ്കൂൾ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് വിട്ടേക്കാം. നെക്സ്റ്റ് ബ്രോ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പല്ലേ, ട്രിപ്പിനെ കുറിച്ച് വാക്ക് പറയാൻ പറഞ്ഞു, അത് പറഞ്ഞു. എന്നാലും വീണ്ടും ഒരു രണ്ട് വാക്കൂടെ അത്യാവശ്യം വീണ്ടും കേൾക്കുക. ട്രിപ്പ് ഒരിതാണ്, അതൊരിതാണ്. ഷെഡാ ദേണ്ട അത് തന്നെ പിന്നെ പറയുന്നു. ശരി സ്കൂളെത്തുമ്പോൾ വിളിക്കാം. ഇനി ഇവിടുന്ന് ഗോ ടു സ്കൂൾ. പിന്നെ ഇവിടുന്ന് ആളെ എടുക്കുന്നു, വണ്ടി കൊണ്ട് നമ്മൾ നേരെ പറക്കുന്നു വാഗമണിലേക്ക്. ഏതാണ് ഈ ഹോണ്ട സിറ്റിക്കാരൻ? അതെയുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഇങ്ങനെ ഓടിച്ച് കയറ്റണമല്ലോ. ഇതാണ് നമ്മുടെ സ്കൂൾ. ആരും കാണുന്നില്ല കേട്ടോ. ഞാൻ വീണ്ടും കുറച്ച് നേരം അവിടെ കയറ്റി ഇടാം, വണ്ടി ഒതുക്കിയിട്ടേക്കാം. പിന്നെ വരുമായിരിക്കും. വരേണ്ടതാണ്. എവിടെയോ തട്ടിയതുപോലെ ഒച്ചയല്ലേ ഞാനിപ്പോൾ കേട്ടത്. ശരാ തട്ടരുത്. തട്ടിയില്ല. ഇത്രയും വലിയ സ്കൂളൊന്നായിട്ട് അവർക്കൊന്ന് പണിയാനായിട്ട് ഇച്ചിരി ഒരു വലിയൊരു ഗേറ്റ് വെച്ചൂടെ? നമുക്ക് വണ്ടി തിരിച്ചിടാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്, പിള്ളേർ വരുന്നവരെ. അപ്പോൾ ഗൈസ് ഞാനും അക്ഷയ് ബ്രോയും വണ്ടിയുടെ വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വരട്ടെ ഗൈസ്, പിള്ളേരൊക്കെ ഒന്ന് വണ്ടി കയറി സെറ്റ് ആവട്ടെ. അപ്പോൾ ഇനി വീണ്ടും 1 eternity later. നമ്മുടെ പിള്ളേർ വണ്ടിയിലൊക്കെ കയറി സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് വണ്ടി വിടുവാണ് ഗൈസ്. നമ്മൾ ഫുൾ ട്രിപ്പ് പവറായിരിക്കും ഗൈസ്. എല്ലാ അക്ഷയ് ബ്രോ പിന്നെ നേരെ ഇവിടുന്ന് വളച്ചെടുത്ത് വണ്ടി അങ്ങോട്ട് വിട്ടേക്കാം. നമ്മൾ ഇന്നാൾ കൊണ്ടുപോയിട്ട് നമ്മൾ പിന്നെ വണ്ടി ഒന്നുകൂടെ നമ്മൾ മറ്റേ സ്റ്റിക്കർ അടിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തായിരുന്നല്ലോ. പിന്നെ വണ്ടി എത്തിയത്തേക്ക് ഫുള്ള് ചെളിയായി. പിന്നെ അപ്പോഴത്തേക്കും ഇന്ന് ഒരു ട്രിപ്പ് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും വെളുപ്പിന് നമ്മൾ വണ്ടിയൊക്കെ ഇരുന്ന് ഞാനും അക്ഷയ് ബ്രോയും കൂടെ ഒന്ന് കുത്തി ഉരച്ച് തേച്ച് കഴുകി മിനിസി എടുത്ത് പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുമ്പോൾ പിന്നെ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അല്ലേ അക്ഷയ് ബ്രോ? ഇവിടെ എങ്ങനെയൊക്കെ ഇനി എല്ലാവരും പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളൊരു സപ്പോർട്ട് ചെയ്യുക. വെറും ഒരു സബ്സ്ക്രൈബിലേക്കല്ലേ അടിച്ചു വിടുന്ന. ആണെങ്കിൽ ബ്രേക്ക് ഇച്ചിരി കുറവാണോ എന്നൊരു സംശയമില്ലാതില്ല. ഇനിയിപ്പോൾ നമുക്കേ ആ വാഗമൺ അതുണ്ടല്ലോ, ഏത് സമ്മാനത്തിൻ്റെ പേര് പറഞ്ഞത്, ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ചുരം പോലത്തെ ഒരു സ്ഥലമുണ്ട് ഗൈസ്. ഇതിപ്പോൾ നമുക്ക് ആ ഒരു റോട്ട് കയറിയിട്ട് കാണാം. നമ്മുടെ ചുരം റോഡ് അടുക്കാറായിട്ടുണ്ട് ഗൈസ്. മല, പുഴയില്ല, മല. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴൊരു ഭയങ്കര ഒരു വൈബ് അടിക്കുന്നു ഗൈസ്. ഭയങ്കര വൈബ്. പിള്ളേരൊക്കെ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് തുള്ളി 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 അങ്ങോട്ട് വൈബാക്കാണ് ഗൈസ്. പിന്നെ നമ്മൾ വണ്ടിയിൽ പാട്ടിട്ടിട്ടുണ്ട്. നമ്മൾ വ്ളോഗ് കേൾപ്പിക്കാത്തതാണ് ഗൈസ്. കേൾപ്പിച്ചാൽ വെറുതെ ഇനി കോപ്പിറൈറ്റ് അടിച്ച് ചാനലടിച്ച് പോകണ്ടല്ലോ, അതുകൊണ്ട് കേൾപ്പിക്കാത്ത. കോപ്പിറൈറ്റ് യൂട്യൂബ് കളി വരുന്നത് എന്തൊരു ഉപകാരമായിരുന്നു. നല്ലത് വളഞ്ഞിട്ട് കിട്ടാത്തത്. എൻ്റെ പൊന്നെ, ഒടുക്കത്തെ വളവ്. ഒടിഞ്ഞങ്ങോട്ട് കിട്ടണമില്ല. ഇതൊക്കെ സിമ്പിൾ സാധനല്ലേ, നമ്മുടെ കിട്ടിയാലൊക്കെ അടിച്ച് കൈത്ത് തന്നെ. ഇതൊക്കെ സിമ്പിൾ സാധനം, അങ്ങോട്ട് ഒടിച്ചെടുക്കാം, ഒടിച്ചെടുക്കങ്ങോട്ട്. എന്നാൽ പിന്നെ ഇയാൾ കയറിയിരുന്ന് അങ്ങോട്ട് ഓടിക്കും. അങ്ങനെയല്ലേ ഓരോ ബ്രോയെ കൊണ്ട് പറ്റും. അങ്ങോട്ട് ഓടിച്ചെടുക്കുക. എത്ര ഉള്ളൂ? ആ സ്റ്റിയറിംഗ് മുന്നിച്ച് 2 ചെരി, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ കയറി പോവാണ് ഗൈസ്. കയറി റോഡിനൊരു വീതിയില്ല കേട്ടാ. റോഡിന് ഭയങ്കര വീതി കുറവ്. ഇതിപ്പം ഇവിടെ ഒതുക്കിയിടാനുള്ള സ്ഥലമില്ലല്ലോ. നമുക്കായാലും പിള്ളേർ പറഞ്ഞായിരുന്നു ഗൈസ്, നമ്മൾ മറ്റേ ചുരം എത്തുമ്പോൾ ഒന്നുകളിൽ ഒതുക്കണമെന്ന്. തട്ടി പക്ഷെ വിഷയമൊന്നും ഉണ്ടായില്ല. വണ്ടിയാകുമ്പോൾ തട്ടുമുട്ടും അല്ലേ. പ്രത്യേകിച്ച് ബസ്. ഈ റൂട്ട് KSRTC ഒക്കെ ഉണ്ടാവില്ലേ. പിള്ളേരായാലും പറഞ്ഞോണ്ട് നമ്മളെ ചുരം എത്തുമ്പോൾ വണ്ടി ഒന്ന് ഒതുക്കണമെന്ന്. അവർക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടേ. ഏതായാലും അവിടെ ഒന്ന് ഒതുക്കണം. KSRTCക്കാരാണ് പോയിട്ട് സൈഡ് ഒതുക്കി തരുന്നുമില്ല. അപ്പുറത്താണത് വണ്ണസൊക്കെ ഇറങ്ങി വരിക. കയറിപ്പോകാനും പറ്റുന്നില്ല. രാമ തട്ടല്ലേ. നിങ്ങൾ ഇങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാതിരിക്കുക. മാക്സിമം വളവിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക. വളവിൽ ഓവർടേക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള KSRTCക്കാരൻ്റെ ചെറിയൊക്കെ മേടിച്ച് വീട്ടിൽ പോകേണ്ടതായിരിക്കും കേസ്. ആരാണേലും. നമ്മൾ ചുരം എത്ര കേട്ടോ. അതെ, ഇത് തന്നെ മറ്റേ വ്ളോഗിലൊക്കെ, ഓരോരുത്തരുടെ വ്ളോഗിലൊക്കെ കണ്ടുണ്ട്. വാഗൺ കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വീതിയുള്ള റോഡുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേസ് ചുരം. ബസ് ഇട് കേസ്, ബസ് ഇട്. നോട്ട് റിയൽ ലൈഫേ. കയറിപ്പോ ഈ സൈഡ് ഈ റോഡ് വീതിയുള്ളതുണ്ട്. അതിങ്ങനെ കയറിപ്പോകും. വെറുതെ നമുക്ക് ഇഴയണ്ട. ബാക്കിയുള്ള വണ്ടികളുടെ ബാക്കി കിടന്ന് നമ്മളിങ്ങനെ ഇഴഞ്ഞു പോകണ്ട. നമുക്ക് കയറി അങ്ങ് പോകാമല്ലോ. ബ്രോ ചുരം കഴിഞ്ഞ് വണ്ടി വിടുന്നത് സൈഡാക്കണേ. ആണോ, അവന് നിർത്താലോ. അതിനെന്താ ബ്രോ വണ്ടിയുടെ ഫ്രണ്ട് നിന്ന് ഡാൻസ് കളിക്കുന്ന റീൽ എടുക്കാനായിരുന്നു. വണ്ടിയും സൈഡാക്കി തരണേ. ചെറുക്കന്മാർക്ക് വെൻ പ്ലാൻ. അവർ പറഞ്ഞ് വണ്ടിക്ക് ഒന്ന് ഒതുക്കിയിടണം, വണ്ടിയുടെ ഫ്രണ്ടിൽ കിടന്ന് ഡാൻസ് കളിക്കാനാണ്. മറ്റേ അവർക്ക് റീൽസ് ആയിട്ട് എടുക്കാനാണെന്ന് നമ്മൾ പറഞ്ഞാലും ഒതുക്കാമെന്ന് പറഞ്ഞു. എവിടെ ഒതുക്കും? ഒതുക്കാൻ സ്ഥലം നമ്മൾക്ക് പറ്റിയ സ്ഥലത്ത് ഒതുക്കാൻ പറഞ്ഞു. റോഡ് ഒതുക്കാൻ സ്ഥലമൊന്നും അല്ലല്ലോ. കുറച്ച് കയറ്റിയാണ്. കുറച്ച് വണ്ടി ഇറങ്ങിപ്പോന്നു. നോക്കട്ടെ ഇവിടെ ഒതുക്കാൻ നല്ല സ്ഥലമുണ്ടോ. ഏതായാലും ഞാൻ ഇവിടെ നോക്കിയിട്ട് ഒതുക്കാനൊന്നും സ്ഥലം കാണുന്നില്ല. അപ്പം നമ്മൾ പിള്ളേരോട് പറഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോട്ടെ, ഇച്ചിരി വ്യൂ ഉള്ള സ്ഥലം കാണും, അപ്പം അങ്ങോട്ട് ഒതുക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു.
മാത്രമല്ല നമ്മൾ ചോര സൈഡിലൊക്കെ ഒതുക്കിയിട്ടാലേ ഈ ലോറിക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ഒടിച്ചിട്ട് ഇങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ ഈ വൈഡായിട്ട് എടുക്കേണ്ടി വരുമല്ലോ. അപ്പോഴത്തേക്കും നമ്മളവിടെ നിർത്തിയിട്ട് പിള്ളേരൊക്കെ തൊള്ളിക്കൊണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടാകും. വെറുതെ എന്തിനാണ് നമ്മൾ അവരെ തെറിവിളി നിൽക്കുന്നത്? അതുകൊണ്ട് നമുക്ക് ഗ്യാപ്പുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഒതുക്കാം, അതായിരിക്കും നല്ല. ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ തൊള്ളേ അവരെന്തെങ്കിലും പോക്കടാ പോയത്. ഇനി നോക്കട്ടെ, ഗ്യാപ്പുള്ള ഒതുക്കാം. ഇല്ലെങ്കിൽ അടിവാരത്തെത്തിയിട്ട് വരെ ടൗണിൽ ഒതുക്കേണ്ടി വരും. ഇതിവിടെ അങ്ങോട്ട് ഒട്ടും സ്ഥലങ്ങൾ, കാരണം ഫുള്ള് വളവും തിരിവും ഒടിവ് ചതവൊക്കെ ചതയും ഇങ്ങോട്ട് ഒതുക്കും. ഇവിടെ ഇതിപ്പോൾ ഒതുക്കാൻ സ്ഥലം കാണുന്നില്ലല്ലോ. ഇപ്പോൾ പിള്ളേരുടെ തെറി വിളിക്കുക. എടാ ഇതിപ്പോൾ വിഷയമാവുമല്ലോ. വേണ്ട വീഡിയോ ഒക്കെ അല്ലേ ഫ്രണ്ടിൽ പോകുന്നത്. നമ്മൾ ATP ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലും പറഞ്ഞില്ല, അമ്മ ചുമ്മാ പിടിച്ചാൽ അങ്ങനെ എൻ്റെ കാട്ടുമുക്കിലൊരു വഴി കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ഒതുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മൾ അവിടെ ഒരു ചേട്ടനോട് വെച്ച് പറഞ്ഞു, നമ്മളേതായാലും കുറച്ച് ഫ്രണ്ടിലോട്ട് കയറിയല്ലോ പറഞ്ഞു. നമ്മൾ കുറച്ച് പുറകിലോട്ടായിരുന്നെങ്കിൽ ഒതുക്കാൻ സ്ഥലം കിട്ടുമല്ലോ. അപ്പോൾ പിള്ളേരൊക്കെ ഒരേ വാശി, അവർക്ക് അതിൽ റീൽസൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ നമ്മളേതായാലും അവിടെ നിന്ന് വണ്ടി ഇരിച്ച് കുറച്ച് പുറകിലോട്ട് വന്നു ചോദിച്ചു. അവിടെ അക്ഷയ് ബ്രോ വണ്ടിയുടെ ബാക്ക് നോക്കുന്നുണ്ട്. പോട്ടെ വരട്ടെ വണ്ടി വരട്ടെ. വരട്ടെ പയ്യെ നിർത്തിക്കാത്തിക്ക് കുറച്ചുകൂടെ. ഇവിടെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിന്ന് വളച്ച് കയറ്റിയിട്ടിട്ട് കാണാം. നമ്മുടെ പിള്ളേരങ്ങനെ ഒതുക്കിയിട്ടുണ്ട്. അക്ഷയ് ബ്രോ വണ്ടിക്കകത്തിരിപ്പുണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഇറങ്ങി ഡാൻസ് കളിക്കാൻ സെറ്റാകും എന്ന് പറഞ്ഞു ഗൈസ്. അപ്പം വേറെ അടുത്ത ഗൈസ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ പിള്ളേരെ അവതരിപ്പിക്കുന്ന ബ്രേക്ക് ഡാൻസ് ആണ് ഗൈസ്. നമ്മുടെ പിള്ളേരുടെ ഡാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അക്ഷയ് ബ്രോയും നമ്മുടെ വണ്ടിയിലുള്ള പിള്ളേരെല്ലാം കൂടെ ഇങ്ങോട്ട് നമ്മുടെ ചായ കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയി കാണും. പിന്നെ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ പോയി കാണും. നമ്മളാകുമ്പോഴത്തേക്ക് അവർക്ക് ലഗേജ് ഏതാണ്ടൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. നമ്മളൊന്ന് തുറന്ന് കൊടുത്ത് ഡിക്കിയൊക്കെ വണ്ടിയൊക്കെ ഫുള്ള് ചെളി ഗൈസ്. ഇവിടം വരെ വന്നപ്പോഴേ നല്ല പൊടിയായി. ഇനിയിപ്പം ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വണ്ടിയൊന്ന് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കാനായിട്ട്. വണ്ടി ഫുള്ള് പൊടിയായി ഗൈസ്. ഇനി നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ വ്ളോഗ് എൻഡ് ചെയ്യാണ് ഗൈസ്. വ്ളോഗ് എൻഡ് ചെയ്യാണ്. കാരണം ഇപ്പം തന്നെ കുറേ ലെങ്ത് ഗൈസ്. ഇനി വേണമെങ്കിൽ നമ്മൾ പാർട്ട് 2 വീഡിയോ ചെയ്യും. വേണമെങ്കിലല്ല, ചിലപ്പോഴേ ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പം നമുക്ക് വ്ളോഗ് എടുക്കാനുള്ള സമയം കിട്ടത്തില്ല ഗൈസ്. ഫുള്ള് ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. നമുക്ക് ഇനി ആരെ ഔട്ടർ എടുക്കുക. അക്ഷയ് ബ്രോ ഇല്ല, അക്ഷയ് ബ്രോ അങ്ങോട്ടാണ്ട് പോയതാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും ബെല്ലൈക്കണം തേങ്ങ അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അപ്പം നമ്മൾ ട്രിപ്പ് കഴിഞ്ഞാലും ഇപ്പോൾ ഫുള്ള് ട്രിപ്പ് പോയതായിരിക്കും ഗൈസ് പിള്ളേരൊക്കെ ഗൈസ്. അപ്പം അടുത്ത വീഡിയോയ്ക്ക് എല്ലാവരും കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. ബൈ ഗൈസ്.